ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇത് പെരുന്നാളിന് പിറ്റേന്നത്തുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞതിൽ രാവിലെ തന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണല്ലേ. രാവിലെ നോമ്പാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും പണികളുണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ എണീറ്റ് പത്തിലിടാനൊക്കെ ഭയങ്കര മടി കേട്ടോ. അപ്പം ഞാനിതാ ഒരു കോഴിമുട്ട ദോശയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പെരുന്നാൾ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രാവിലെ ആ ഒരു ദോശ മാത്രം കഴിച്ചതാണ് കേട്ടോ. പിന്നെന്താ ഞങ്ങൾ ഇറങ്ങുന്ന സമയം ഒരു 12:30 ആ ഒരു സമയമായിട്ടുണ്ട്. ഇപ്പോൾ കാക്ക മുന്നിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ മക്കളൊക്കെ താഴെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് താഴോട്ട് വന്നതാണ്. അപ്പോൾ ഉപ്പയും ഉമ്മയും അനിയത്തിയും ഹസ്ബൻഡൊക്കെ വേറെ വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ചൂടുകൊണ്ട് തന്നെ നിധുവിനൊക്കെ നന്നായിട്ട് ചൂടുകുരൊക്കെ പൊന്തിയിട്ട് അതിൻ്റെ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് പുക പരിശോധിക്കാൻ വേണ്ടിയിട്ട് കയറിയതതിന്. അപ്പം നമ്മൾ ടൗൺ ഭാഗത്തേക്കൊക്കെയാണ് പോണത്. അപ്പം എന്തേ ചെക്കിങ്ങോ കാര്യം ഉണ്ടായാലും വെച്ചിട്ട് അത് ക്ലിയർ ചെയ്താളാന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. അപ്പം നാത്തൂൻ്റെ വീട് ചെറുവണ്ണൂരാണ് കേട്ടോ. അപ്പം നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെയിലാണ് കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂലല്ലോ. അപ്പം ഇത് കുറച്ചൊക്കെ കാറിലിരുന്നപ്പോഴേക്കും തന്നെ ഓൻ്റെ മൂടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് അങ്ങനെ എ സി ഇടാമെന്ന് വിചാരിച്ചാൽ എ സി കുഴപ്പമുള്ള ആൾക്കാരാണ്, വലിയ കുട്ടികൾ. പിന്നെ കുറച്ച് അങ്ങനെ ഇട്ടൊക്കെ കൊടുത്ത് അങ്ങനെ നിധുവിനെ ഉറക്കിയൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അവിടെ എത്തിയ പാടെ തന്നെ എല്ലാവർക്കും മാംഗോ ജ്യൂസൊക്കെ തന്ന് അതൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ റാഹിൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടുകാരും ഉണ്ടായിന്. അപ്പോൾ അനിയൻ ഗൾഫിൽ നിന്ന് വന്നതാണ് കേട്ടോ. അതാണ് അനിയന്. അപ്പോൾ അനിയത്തിയുമാണ്. അപ്പോൾ അവരെന്തോ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് വന്നിട്ട് 4 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സൽക്കാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫാമിലി ഒന്നായിട്ട് വിളിച്ചതാണ്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ആണുങ്ങളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ റൂമിലിരുന്ന് ഓരോ സൊറ പറയുകയാണ്. നല്ല ബിരിയാണിയും ബീഫും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിന്, കാട പൊരിച്ചതും, അങ്ങനെ നല്ല അടിപൊളി ഫുഡായിന് കേട്ടോ. ഫുഡ് കഴിഞ്ഞതിന് ശേഷം കസ്റ്റാർഡ് ഉണ്ടായിന്, അത് കഴിക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ ഇതാ എല്ലാവരും പോകാനൊക്കെ ഉള്ളത് തയ്യാറെടുപ്പിലാണ്. എല്ലാവരും പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളങ്ങോട്ട് ഇറങ്ങിയാലോ ഓൽക്കും ഭക്ഷണമൊക്കെ കഴിക്കാമല്ലോ. പൊന്നൂസ് ഉമ്മൻ്റെ ഇപ്പൻ്റെയും കൂടെ പള്ളിത്താഴത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കും പോന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയൊക്കെ തട്ടിക്കൂട്ട് ഭക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന ടൈമിലായാലും ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് നോമ്പിനാകുമ്പം അങ്ങനെ പ്രത്യേകിച്ച് കുക്കിംഗ് പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് എല്ലാ ഒപ്പനെയൊന്ന് റെഡിയായി വരണം അല്ലേ. ഇപ്പോൾ ഇവിടെ എനിക്ക് മക്കളൊക്കെ സ്കൂൾ പൂട്ടിയ ടൈം ആയതുകൊണ്ട് കേട്ടോ വോയിസ് കൊടുക്കണമെങ്കിൽ നല്ല പാടാണ്. ഒന്നെങ്കിൽ മക്കളെ സൗണ്ട് അല്ലെങ്കിൽ കോഴീൻ്റെ സൗണ്ട് എന്ന് അറിഞ്ഞണോ. എവിടെയും പോയിട്ടൊന്ന് വോയിസ് കൊടുക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനൊന്ന് ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. ഫാമിലിയിലുള്ള എല്ലാവരെയും ഫോട്ടോസൊക്കെ ആണ് കേട്ടോ. അപ്പം കൂടുതലും എൻ്റെ ഫാമിലിയിലുള്ളതാണ് കേട്ടോ ഈ ഫോട്ടോസൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ആരുടെങ്കിലും ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.